ഉള്ളിയൊക്കെ ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും എന്തായാലും ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഏകദേശം 5 മണി, ബാങ്ക് കൊടുത്തിട്ടില്ല, 5 മണിയൊക്കെ ആവാനാകുന്നേ ഉള്ളൂ. അപ്പം കുറേ ദിവസമായിട്ട് ഈ ഒരു പതിവൊക്കെ അങ്ങ് തെറ്റിയിട്ടുണ്ടായിരുന്നേ. കറക്റ്റ് ഇങ്ങനെ ഈ ഒരു സമയത്ത് എണീറ്റ് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മളെ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് അതിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് പഴയ നമ്മൾ ആ റൊട്ടീനിലേക്ക് തന്നെ വരാനുള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ചെറിയ മടിയും കൂടെ കയറിയിട്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് റൊട്ടീൻ ഫോളോ ചെയ്ത് പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയുണ്ട്. ഭയങ്കര മഴയല്ല, എന്നാലും ഒരു മഴക്കാലാവസ്ഥയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ രാവിലെ തന്നെ തോന്നുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് നല്ല ഉഷാറായിട്ട് രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ സമയം ഒരു 6 മണി, 6 മണി കഴിഞ്ഞു, 6:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നേരത്തെ 4 മണി അല്ലെങ്കിൽ 4:30 എണീറ്റു എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പടഞ്ഞ് നമ്മളെ പണികൾ തീർക്കാൻ, കിച്ചണിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അതിനൊന്നും അല്ല കേട്ടോ ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്നതും കാര്യങ്ങളൊന്നും. എൻ്റെ പ്രെയർ കാര്യങ്ങൾ, പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ടൈം, പിന്നെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് പിന്നെ നമുക്കിനി കുറച്ച് സ്പീഡിൽ അപ്പോൾ 7 മണിയായി, ഇനി എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് തോന്നും. അല്ലാതെ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ എണീറ്റ് വന്ന് നമ്മൾ പ്രെയറും കാര്യങ്ങളൊക്കെ ഹറിബറി ആയിട്ട് തീർത്ത് പിന്നെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു സന്തോഷം മനസ്സിനുണ്ടാവില്ല. ചെയ്തെങ്കിലും കൂടിയിട്ട് വൈകി ചെയ്തു അങ്ങനത്തെ ഒരു ഫീല് വരികയും ചെയ്യും. പിന്നെ എല്ലാം പിന്നെ തിരക്കിട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിലേക്കും ലഞ്ച് ഡിന്നറിലേക്കൊക്കെ നീളുന്ന അങ്ങനെ അത്ര അല്ലെങ്കിലും കുറേ അങ്ങോട്ടേക്ക് പോകുന്നൊരു സംഭവം വരും. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു നേരത്തെ എണീക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിന് കൂടുതൽ സംസാരിക്കാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇന്ന് ഞാൻ നമ്മൾ പാൽപ്പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് പത്തിരിപ്പൊടി, എൻ്റെത് വറുത്ത പൊടിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടായി. വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല, പച്ചരിപ്പൊടി ഇട്ടാ അതെടുത്തിട്ടുണ്ട്. പത്തിരിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയെടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നമ്മൾ സാധാ റവയല്ലേ, ബോംബെ റവ എന്ന് പറയും, ചെറിയ തരിയുള്ള റവ, ഗോതമ്പ് നുറുക്കല്ല കേട്ടോ, അത് 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം 1 ഗ്ലാസ് തന്നെ മതിയാവും. വറക്കാത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പം പൊടിയിൽ അങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. എനിക്ക് കുറച്ചുകൂടെ ഒരു 1.5 ഗ്ലാസ്സൊക്കെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, വറുത്ത പൊടിയും കൂടെ അല്ലേ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളൊരു 1-2 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, നമ്മൾ പൂരിക്ക് അങ്ങനെയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ, ഇനിയിപ്പോൾ വെള്ളം നിങ്ങളടുത്ത് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് പത്തിരിപ്പൊടിയും അതിൻ്റെ ഒരു ഹാഫ് ഭാഗം റവയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കുറഞ്ഞാൽ തിളച്ച വെള്ളം വീണ്ടും വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്നും ടെൻഷനാവണ്ട, കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന
ഒരു നെയ്പത്തിരിയാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് നമ്മൾ കഴിക്കുന്നത് ഇത് കൂട്ടിയിട്ടാണ്, തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ പാൽപ്പത്തിരി എന്ന് പറയുന്നത്. മാത്രമല്ല സാധാ നെയ്പത്തിരി പോലല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തേങ്ങാപ്പാലിൽ ഇങ്ങനെ അലിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം കൂടെയാണ്. അപ്പോൾ ഇനി ഒരു കടായിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യുക. ഇനി ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്ത്, ഞാൻ പ്രസ്സിലാണ് പരത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴൽ ഉപയോഗിച്ചിട്ട് പത്തിരിപ്പൊടി കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക. അതൊക്കെ നിങ്ങളിഷ്ടം. തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തോ കേട്ടോ. ഇതിന് കട്ടിയൊന്നും വേണ്ട. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇടുന്ന ആ ഒരു തിക്നെസ്സിൽ മതി. ഓവർ കട്ടിയായി പോയരുത്. കട്ടി കുറഞ്ഞാലും കട്ടി കൂടണ്ട. നിങ്ങൾക്ക് ചുടുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പത്തിരി പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട്, വെറുതെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ചെറിയ ചെറിയ കൊണ്ടിച്ച് എടുത്തിട്ട് ഇതാ നല്ല ഇടുമ്പോൾ തന്നെ നല്ല പൊള്ളച്ച് വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്തോ. എന്നിട്ട് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ. കാരണം ഇതൊന്നും ഓവർ കുക്കാവാനൊന്നുമില്ല. നമ്മൾ തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ആയതുകൊണ്ടേ. അതുകൊണ്ട് തന്നെ വേഗം കുക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് എണ്ണയൊന്നും കുടിക്കാത്ത പൂരി ആട്ടോ നമുക്ക് കിട്ടുക. ഇത് നെയ്പത്തിരിയല്ലേ, ഇതിന് പൂരി എന്ന് പറയാൻ പറ്റുമോ എന്ന് വിചാരിക്കും. നെയ്പത്തിരി എന്നും പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ പാൽപ്പത്തിരി എന്ന് പറയുന്നത് ഇത് അത്രയും സോഫ്റ്റാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ആ ഒരു റവയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതിൻ്റെ ടെക്സ്ചറേ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്ന ആ ഒരു കോമ്പിനേഷനും ആവാം ഇതിനെ പാൽപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. ഇത് സാധാ നെയ്പത്തിരിന്നും ഭയങ്കര ഡിഫറെൻ്റാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കേട്ടോ. അതായത് നമ്മൾ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുമ്പോൾ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടൊക്കെ എങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. വേഗം ചുടൽ കഴിയും കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓവർ ഇത്രയും കളർ ആവണ്ട കേട്ടോ. വൈറ്റ് കളറിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ആയി വരുമ്പോൾ തിരിച്ചു വിട്ട് കൊടുത്തിട്ട് വേഗം എടുക്കാം കേട്ടോ. എല്ലാം അങ്ങ് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ള പാൽ തന്നെ എടുത്തോ. ഒരു അരമുറി തേങ്ങ ഒക്കെ എടുത്തിട്ട് പാലെടുത്തോ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അതിലേക്കൊരു 1-2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങളൊരു മടുപ്പ് തോന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പക്ഷേ നല്ല ടേസ്റ്റ്. നമുക്കിവിടെ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവേ. പിന്നെ നിങ്ങൾക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയൊരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഇതാ ഇനി റഫീഖയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളും ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കളത്തൊക്കെ ചായ കുടിക്കുക. പോയി നെയ്പത്തിരിയും പാലും ചായ കുടിച്ചോ? കുറവുണ്ടോ? ഇപ്പോൾ സമയം ഒരു 8 മണിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ റഫീഖ പോയി. ഞാൻ ടൈം എടുത്ത് പറയാൻ കാരണം ചിലർ പറയലുണ്ട് ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ ടൈം പറയണേന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മയായപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ റഫീഖൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. വായും റഫീഖയും കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാനും കൂടെ കഴിക്കട്ടെ. ഇപ്പോൾ ഉമ്മാനെയാട്ടോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്താണെന്നറിയാം, നമ്മുടെ ആ ഒരു ഗിവ് എവേൻ്റെ വിന്നേഴ്സിൽ ഒരാൾ 4 പേരെ നമ്മൾ 14 പേരിൽ 4 പേരെ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഒരാൾ നമുക്ക് ഇതുവരെ അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള 10 പേരിൽ നിന്ന് ഒരാളെയും കൂടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഒരാളെ 10 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. ജാസ്മിൻ ആണ് കേട്ടോ നമ്മളെ പുതിയ ആൾ, 4ാമത്തെ വിന്നർ. ഇനി ഈ ജാസ്മിൻ അവരെ യൂട്യൂബ് ഐ ഡിയും ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട്, അതായത് ഞാൻ ലിങ്ക് കൊടുക്കാം, ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം, വന്നിട്ട് അതിൽ നിങ്ങളെ അഡ്രസ്സ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. എത്രയും പെട്ടെന്ന്. കാര്യം നമ്മൾ ഗിവ് അവേ കിട്ടിയിട്ട് ഉള്ളവർ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിലേ ആക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ, നിങ്ങളല്ല ഇതിന് മുമ്പുള്ള ആൾ.
അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇനി നമ്മളൊരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ഇനി ബാക്കിയുള്ളവർക്ക് നമ്മളങ്ങ് കൊടുക്കും, ഇനിയത്തെ ആളുകൾ തന്നിട്ടില്ലെങ്കിലേ. അപ്പം ഞാൻ ചായ കുടിക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേ നമുക്ക് ഗസ്റ്റ് വന്നു കേട്ടോ. അതാ നല്ലൊരു ഷെഫ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഇവർക്ക് കളിക്കാനുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തത് കൊണ്ടാണ് കേട്ടോ കളി. സ്പൂണ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇത് ഞാൻ മാംഗോൻ്റെ ജാം കഴിക്കാൻ കൊടുത്തതാട്ടോ. പിന്നെ അതുകൊണ്ടാണ് ബാക്കി കളികൾ. നോക്കിക്കോട്ടെ, അതിൻ്റെ ആ ഒരു കളീൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇതിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഓനെ പറ്റി പറയുമ്പോൾ ഓനെ അത് നിർത്തുവേ. ഞാൻ അതാണ് ഫോക്കസ് ചെയ്യണത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കണത്, ഫ്രണ്ടിലേക്ക് വന്നത്. അത്തടെ എവിടെ എംതി തന്നു? അത്തടെ അതാണ് അത്ത്. ഇതല്ലേ അത്ത്, ഇതിലല്ലേ ഞാൻ തന്നത്. ദാ മുഹമ്മദേ, ഇതിലല്ലേ ഞാൻ തന്നത്. അത്തടെ തിന്നോ? വല്ല കളിച്ചോ എന്നാ. ഇവിടെ എല്ലാരും കൂടി എടുത്തോണ്ട് കേട്ടോ. അപ്പുണ്ടാക്കിയത് തരുവോ? എന്താ കുക്ക് ചെയ്യണേ? പെണ്ണട്ടാ വന്നതല്ലേ ഇവിടെ. ഒന്ന് ചിരിച്ചാ എംതിനോട് ഒന്ന് ചിരിച്ചാ. ഇങ്ങോട്ട് ഇവിടെ നോക്കടാ. അങ്ങനെ കുറേ നേരം മുഹമ്മദിൻ്റെ കളിയൊക്കെ കണ്ടു നിന്ന് പിന്നെ അവർക്ക് ഏട്ടത്തിയും മക്കളൊക്കെ കേട്ടോ വന്ന്, ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. പൂമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം മന്തി, ഇന്നലെ നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മന്തി, ഒരു സ്പെഷ്യൽ മന്തി കേട്ടോ. എന്നാലും ഞാനൊന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആ ഒരു രീതിയിൽ. അപ്പം നല്ലതാവുകയാണെങ്കിലാണ് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തരിക കേട്ടോ. അപ്പം ഇന്നലെ റഫീക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനും റഫീക്കും കഴിച്ചു. ബാക്കി കുറച്ച് വാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിത് വന്നപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. എന്നിട്ട് ആ മന്തി തന്നെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ അതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണേ. പാചകം ചെയ്യാനാ കട്ട് ചെയ്ത് തന്നെ കേട്ടോ. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തരുമോ? മുഹമ്മദേ, 3 ഉള്ളി കട്ട് ചെയ്യുവോ? കട്ട് ചെയ്യുവോ? ചെയ്യേ. ഇവിടെ വെക്കുക. ആരാണ്? ഇതെന്താ? ഇതോ? എന്താ? വെരി ഗുഡ്. കൈ മുറിയും ഇല്ല? മുറിയൂല. മുമ്പേ എന്താ മുറിച്ച് മുറിക്കണ്ടേ? ഇല്ല, കൈ മുറിക്കണ്ട. ഇട്ടോ എന്നാ ഇട്ടോ, ഇതിട്ടോ, ഇതിലേക്ക് ഇടണേ. നല്ല സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. എല്ലാ മന്തിയും ഈസി തന്നെയാണ്, പക്ഷേ നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവണം. എന്നാ മുമ്പ് ഇത് കട്ട് ചെയ്തോ കേട്ടോ. ഇത് കട്ട് ചെയ്തോ.
ഈ കത്തിയല്ല, വേറെ കത്തി, ഇത് അപ്പി കത്തി. നീ മുറിച്ചോ? നാവൊക്കെ ചുണ്ട് ഷെഫ് മുഹമ്മദ്. പറ്റില്ല. പറ്റില്ല, പറ്റും പറ്റും, നോക്കിക്കോട്ടെ. പറ്റുണ്ടല്ലോ, നോക്കട്ടെ. ആ, അങ്ങനെയാണോ മുറിക്കുക? ഇങ്ങനെയല്ലേ, ഇങ്ങനെ. എന്നിട്ട് കുറച്ചല്ലോ കൈ അങ്ങനെ നോക്കുക. തിരിച്ച് തിരിച്ച് കത്തി തിരിച്ച് ഇങ്ങനെ നോക്കി ഒന്നുകൂടെ. നാവുക്ക് നിലത്ത് കിട്ടും. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ തന്നതിലും ഒരു ഡിഫറെൻ്റ് മന്തിയാണ്, ഭയങ്കര ടേസ്റ്റുള്ളൊരു മന്തിയാണ് ഇട്ടത്, കുറച്ച് മസാലയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു. ഒരു ഹാഫ്, ഞാൻ 1/2 കിലോ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ 1/2 കിലോ ചിക്കനും എടുത്താൽ മതി. അതിലേക്ക് ഒരു പകുതി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം 1/4 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി, ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പൂ, 4 ഏലക്ക, കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ എല്ലാം കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മന്തിയിൽ നിന്നും കുറച്ചുകൂടെ മസാല ഇതിൽ കയറ്റി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസും വരുന്നുണ്ട്. അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ടുള്ള മാറ്റം കൊടുക്കുക, ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ മല്ലിയില്ലേ, മുഴുവനെയുള്ള മല്ലി, അത് ഇത്ര മതിയേ. ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അതിൻ്റെയും താഴെ ചേർത്ത് കൊടുക്കുക. ഒരു 10-12 മണിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. പുറത്ത് വെച്ചാൽ ഇങ്ങനെ തുള്ളനൊക്കെ കുത്തി മല്ലിനാശാവില്ല, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലല്ലോ. അതതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മുഹമ്മദ് നമുക്ക് മല്ലിയിലേക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരളവ്, ഒരു കൈപ്പിടി ഫുള്ള് വേണ്ട അത്രയും. പിന്നെ ഒരു 2 മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരെണ്ണം ആയാലും കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് അത് പൊടിയാത്ത. കുറച്ച് സമയം കഴിഞ്ഞ് ഞാനതൊന്ന് പൊടിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അറിയാലോ, ഒരു 1/2 ബൗള് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ, ഇത് ഞാൻ ഇന്നലെ കറിക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്നല്ലേ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. വലിയ പീസ് ചിക്കൻ തന്നെ എടുത്തോ മന്തി ഉണ്ടാക്കുന്ന സമയത്ത്. അതായത് ഒരു ബിരിയാണി പീസെങ്കിലും ആ പീസിൻ്റെ വലുപ്പെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഒന്നും കൊണ്ട് ടേസ്റ്റ് കൂടെ. ഇതിപ്പോൾ കറി പീസാ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മാഗി ക്യൂബ് ഉടച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ ഉപ്പ് നിൽക്കുക. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. കാര്യം നമ്മൾ മാഗി ക്യൂബ് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഉപ്പ് വരുവേ. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന രീതിയിലൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ചിക്കന് ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, 1/2 കിലോ തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക, എന്നാലും അത്രയൊക്കെ തന്നെ മതി. അതിങ്ങനെ എന്താ പറയുക, അടിയിലിങ്ങനെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ്, ഞാൻ നമ്മളെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇല്ലേ, അത് സെല്ല ബസ്മതി റൈസ് വൈറ്റ്, അത് ഒരു 20 മിനിറ്റ് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇതാ അത്യാവശ്യം കൂടുതൽ വെള്ളം വെക്കുക, ഊറ്റിയെടുക്കുന്നതല്ലേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് ഡ്രെയിൻ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക, വേവിച്ചെടുക്കുക. പകുതി വെന്ത് വന്നാൽ മതി കേട്ടോ. വൈറ്റ് റൈസ് ആണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അല്ല ഗോൾഡ് റൈസ് ആണെങ്കിൽ 1/4 ഭാഗം വേവിച്ചെടുക്കണം. നമ്മൾ വായിലിട്ട് കടിക്കുമ്പോൾ എന്താ പറയുക, അരി കടിക്കുന്ന അങ്ങനെ ആവരുത്.
വേവണം, അത്രയേ ഉള്ളൂ. എന്നാൽ വെന്ത് കുഴഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യരുത് കേട്ടോ. ഹാഫ് വേവ് അത് തന്നെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ റൈസെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അത് അവിടെ കിടന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ റൈസെല്ലാം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈസിൽ നിന്ന് നമ്മുടെ വെള്ളത്തിൽ നിന്ന് റൈസ് ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ കുക്കറിൽ നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഫുൾ റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. 5 ലിറ്ററിൽ നിങ്ങൾക്ക് ശരിക്കും 3 കപ്പ് അരി, 3/4 കിലോ അരി നിങ്ങൾക്ക് ഈസി ആയിട്ട് വേവിക്കാം. എൻ്റെ കയ്യിൽ അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് കുക്കർ ചിലപ്പോൾ നിറഞ്ഞിരിക്കും കേട്ടോ. ആ ഒരു അളവ് വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ്. 1/2 കിലോ റൈസിന് 1/2 കിലോ ചിക്കൻ തന്നെ മതി കേട്ടോ. ശരിക്കും 1-2 പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതാ ഞാൻ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം മറന്നുപോയി, പച്ചമുളക് കുത്തി വെക്കാൻ മറന്നുപോയി കേട്ടോ. മറന്നേ പോയതാണ്, ഇനി കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കനൽ ഞാൻ ഒരു ചിരട്ട കത്തിച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു. ചാർക്കോളോ എന്തെങ്കിലും വെച്ച് കൊടുത്തൊരു സ്മോക്ക് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എയർലം പോയതിന് ശേഷം, കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും നമ്മളെ മന്തി റെഡി ആയി കിട്ടുവേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മന്തി എയറെല്ലാം പോകാനുണ്ട് കുക്കറിൽ നിന്ന്. ഇനി നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഡിപ്പില്ലേ, ഇത് ഞാൻ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്, മന്തീൻ്റെ ഡിപ്പ്. ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ ആക്കി വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. ഒരുപാട് നാൾ ഇത് അച്ചാറ് പോലൊക്കെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ 2 തക്കാളിയും ഒരു ഹാഫ് സവാളയും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കണേ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ, ഒരു സാലഡ് പോലെ. അപ്പോൾ അതും കൂടെ നമ്മൾ 2 സൈഡ് മന്തീൻ്റെ കൂടെ കഴിക്കാനുള്ള സൈഡും കൂടെ റെഡി ആയിട്ടുണ്ട്. മയണൈസ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ മയണൈസ് ഉണ്ടാക്കി. നമ്മളെ എഗ്ഗിൻ്റെ വൈറ്റും തൈരും ഒക്കെ ഇട്ടിട്ടൊരു റഫീഖൊക്കെ നിർബന്ധം കേട്ടോ മയണൈസ്. പക്ഷെ ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാക്കലില്ല. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ടൈമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കാണ്ടിരുന്നത്. പിന്നെ ആർക്കും നിർബന്ധമില്ല, റഫീഖ് ഉച്ചയ്ക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുക്കറെല്ലാം എയറെല്ലാം പോയി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട കുക്കറിൻ്റെ അടി, നിങ്ങൾ കണ്ട കുക്കറിൻ്റെ അടി ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചു തന്നത് എന്താണെന്നറിയാം. ഒരു വീഡിയോയിൽ, ഷോർട്സ് വീഡിയോയിലാന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു പിന്നെ കുക്കറിൻ്റെ അടി ഞാനിങ്ങനെ തള്ളിയിടുന്നത് കാണിച്ചു. ഷോർട്സ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാം ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്വാസം ഇല്ലാണ്ട് പറഞ്ഞ് തീർക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൽ അത്രയല്ലേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനും പറയാനും പറ്റുള്ളൂ. അപ്പോൾ അതിൽ എന്താ കമൻറ്റ് പറഞ്ഞു ആരോ ഒരാൾ കേട്ടോ, കുക്കറിൻ്റെ അടി കാണിക്കാൻ ഞാനിങ്ങനെ തള്ളിയിരുന്നത് കാണിച്ചേ, എന്നിട്ട് ആ ഭാഗം കാണിച്ചിട്ടില്ല. അപ്പോൾ കുക്കറിൻ്റെ അടി കാണിക്കാത്തത് കരിഞ്ഞു പോയത് കൊണ്ടല്ലേ. എന്നിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതായിട്ട് ഓർമ്മ വന്നത്. അങ്ങനെ പേടിച്ച് കാണിച്ചോ എന്നല്ല കേട്ടോ, പിന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു എന്ന് മാത്രം. അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. അത് ഫുള്ള് നമുക്ക് റൈസ് കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ആ മസാല ഇങ്ങനെ എടുക്കാം. അപ്പോൾ നല്ല കിടിലനായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ, ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങളുണ്ടാക്കി ഉള്ള മന്തിയില്ലേ, അതിൻ്റെ മുകളിൽ വരും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോയത് മസ്റ്റ് ട്രൈ കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ഡിപ്പൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോ, പക്ഷേ ഈ മന്തി നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തോ, നല്ല ഈസി അല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യ്. ചിക്കൻ കുറച്ച് വലുതാക്കിയിട്ട് എടുത്തോ, വേറെ ഒന്നും ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനില്ല. ഞാൻ ഇതിൽ കാര്യങ്ങൾ ചേർക്കുന്ന സമയത്ത് ഉണക്ക നാരങ്ങയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനത് പറയാൻ വിട്ടുപോയിരുന്നത്, ഇപ്പം ഇങ്ങനെ ഓർമ്മ വന്നതാണ്. അത് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് എവിടെ നിന്നാണ് വാങ്ങിക്കാതെ, ഞാൻ എടുത്ത് പറഞ്ഞേ. അപ്പോൾ ഇത് ആ റൈസെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് 1/2 കിലോ വെക്കുമ്പോൾ ഇങ്ങനെ 5 ലിറ്ററിൻ്റെ കുക്കർ നിറച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു 3/4 ഭാഗമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ചിക്കനൊക്കെ ഞാൻ കുറച്ച് കൂട്ടിയെടുത്തതുകൊണ്ടാണ് കേട്ടോ, കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അവർ വന്നതിന് ശേഷമാണ് ഞാൻ റൈസ് ഇന്നലെ കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായി. നമ്മൾ മന്തി ഉണ്ടാക്കിയില്ലേ, പിന്നെയാണ് വിളിച്ച് പറഞ്ഞിട്ട് റൈസൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ 2 മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ അത്രയും സമയം ആവലില്ല. ഇനിയിപ്പം മുഹമ്മദൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കട്ടെ. തനു ഹവ്വയില്ല കേട്ടോ, തനു ഹവ്വയും കുഞ്ഞുമോനും ഇല്ല. അപ്പോൾ ഓന് കുട്ടികളെ കൂട്ടിയിട്ട്, കുട്ടികൾ സ്കൂൾ വിടുമ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുക. പിന്നെ നമ്മൾ കുക്കറിൽ മന്തിയെല്ലാം ഇട്ടിട്ട് നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ അവർ വെറുതെ വന്നതാണ് കേട്ടോ. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാ എന്നുള്ള നിലക്ക് അങ്ങനെ വന്നതാണ്. കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുറേ ദിവസം ഇപ്പോൾ ഒരാഴ്ചയൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെയോ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാതെയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് പോകാതെയോ ഉള്ള ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു സൺഡേ ആണെങ്കിൽ ഞാനും റഫീക്കും അവരെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ടേക്ക് പോകും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമാണ്. നമുക്കൊരു എന്താ പറയുക, മൈൻഡൊക്കെ ഒന്ന് ചില്ലാകുന്ന പോലെ, ഒരു എനർജി കൂടുന്ന പോലെ തോന്നും. പിന്നെ എന്താ പറയുക, 3-4 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും വീണ്ടും കാണും. അപ്പോൾ ഇതാ നമ്മളെ മന്തിയൊക്കെ കിടിലനാണ് കേട്ടോ. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നില്ല, മസ്റ്റ് ട്രൈ ആണ്. അപ്പം ഇനി നമ്മൾ വേറൊന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ, സമയം ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നു, അവരും ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ വെറുതെ കുറേ സമയം ഇരുന്നു. അപ്പം ഇങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനും കൂടെ പോവാണ് ടൗണിലേക്ക്, വെറുതെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടേ. ഇതിപ്പോൾ ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് പോകുന്നല്ല കേട്ടോ, വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങിയിട്ട് വരിക എന്നുള്ള രീതിയിൽ പോവുകയാണ് കേട്ടോ. പിന്നെ അവരാണെങ്കിലും വന്നിട്ട് പോകുമ്പോൾ നമുക്കെന്തോ പോലെ അല്ലേ. അപ്പം ഞാനാണെങ്കിലും അവിടെ നിന്ന് നിന്നിട്ട് പോകുമ്പോൾ അവർക്കും എന്തോ പോലെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ എനിക്കും എന്തോ പോലെയാണ്. പക്ഷേ ഇങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കും ആ ഒരു ഇത് കിട്ടി. പിന്നെ നമ്മളങ്ങ് സെറ്റാവും, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എടുത്തോന്നു ഞാൻ എടുത്തേ എടുത്തോ. ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ്, പക്ഷെ ഇത് അറിയില്ല ഇവിടുത്തെ ടേസ്റ്റ്. മുഹമ്മദ് നല്ല ഉറക്കം. നമ്മൾ ലിയോൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിലാട്ടോ പോയത്. കുഴപ്പമില്ല, അന്നേ സ്നാക്സ് പറയാൻ പറ്റുള്ളൂ, ഭയങ്കര സംഭവമൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ഞാൻ തിരിച്ചു പോവാണ്, അവർ അങ്ങോട്ടേക്കും പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.